UP വിഭാഗം പതിഞ്ചറിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ രേവതി എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മത്സരമൊക്കെ, മുറുകിയ മത്സരമായിരുന്നില്ലേ? ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയോ? ഇല്ല ഇല്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അപ്പം മധുരം കൂടും അല്ലേ? 7ാം ക്ലാസ്സിലാണ് ഇവ പഠിക്കുന്നത്. ഇതിനു മുന്നേ അപ്പോൾ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിലൊക്കെ വന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നോ? എന്തായിരുന്നു അപ്പോൾ മത്സരം? അത് മലയാളം പദ്യം തന്നെയായിരുന്നു. സെക്കൻഡ് ആയിരുന്നു. അത് ഇത്തവണ നമ്മൾ ഫസ്റ്റ് ആക്കി അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരെ ഒരു ഭയങ്കര ഭയം ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര ആയിരുന്നു. മുന്നിൽ ഇത്രയും ആളുകളെയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി കൂടിയോ അല്ല ഓക്കെ ആയോ? കൂടി. എത്ര നാളായി അപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര നന്നായിട്ട് പദ്യമൊക്കെ ചൊല്ലി ജില്ലയിലൊക്കെ ഫസ്റ്റ് ഗ്രേഡൊക്കെ കിട്ടുന്ന ആൾക്ക് പാട്ട് പഠിച്ചൂടെ? പാട്ട് പഠിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛനോട് പറഞ്ഞു പഠിക്കാൻ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പഠിക്കാൻ തുടങ്ങും. എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് പാട്ട് പഠിക്കാൻ. എന്ത് പറ്റി? എനിക്കെന്തോ പാട്ടിനോട് അത്ര ഇതൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാണ്ട് നോർമലായിട്ട്. ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണോ? ഡാൻസ് ഒന്നും ഇഷ്ടമല്ല. ഇല്ല. പിന്നെ എന്താണ് ഇഷ്ടം? എന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടമൊന്നുമില്ല. പഠിക്കാൻ അധികം കുറച്ചായിട്ട് അങ്ങനെ എല്ലാ സൈഡിൽ കൂടി കൊണ്ടുപോകുന്നു. സ്കൂളിലെ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാനാണോ അപ്പോൾ കൂടുതൽ ഇഷ്ടം? ഇതിനൊക്കെ വെച്ച് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ പഠിച്ച ആരാവണമെന്നാണ് ആഗ്രഹം? IAS. അയ്യോ, ഒരു IAS, ഭാവിയിൽ IAS ഓഫീസറോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഈ IAS എന്നുള്ള മോഹം എങ്ങനെയാ വന്നത്? അത് ഞാൻ ചെറുപ്പത്തിലെല്ലാം അച്ഛനോട് ഇങ്ങനെ ചോദിക്കും ഞാൻ ആരാവണമെന്ന്. അപ്പൊ അച്ഛൻ പറയും IAS ആയിക്കോ. അപ്പൊ എനിക്ക് IAS എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കും. പിന്നെ കുറെ സെർച്ച് ഒക്കെ ചെയ്തു എന്താ IAS. അപ്പൊ എനിക്ക് പിന്നെ ഭയങ്കര ക്രേസ് തോന്നി അതിനോട്, ഇത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓഹോ, ഇത്രയും ചെറിയൊരാൾ എന്നോട് IAS ആവണമെന്ന് പറയുകയും അതിനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയും ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്വപ്നമൊക്കെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിന് വലിയൊരു കണ്ടൻസ് കിട്ടും അതിന്. അപ്പോൾ അതിനൊരു വലിയ വായനയുടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയോ? വായിക്കാനൊക്കെ തുടങ്ങിയോ? വായന അധികം അങ്ങനെയൊന്നുമില്ലായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞോ എനിക്ക് ഞാൻ IAS ആവണം എന്നാണ് ആഗ്രഹം? അപ്പോൾ റെഫറൻസ് ബുക്കൊക്കെ പറഞ്ഞു തരുമോ ആരെങ്കിലും ഒക്കെ? അങ്ങനെ പറയും. അപ്പോൾ ലൈബ്രറി ആയിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ ഇപ്പൊ തന്നെ ഉണ്ട്. നല്ല മോളാണ് കേട്ടോ. അപ്പോൾ IAS ആവട്ടെ. അതിനൊപ്പം തന്നെ ഈ കലയും കൊണ്ടുപോകാൻ ശ്രമിക്കണം. പാട്ട് പഠിക്കണം പറ്റുന്ന സമയത്തൊക്കെ. പഠിത്തത്തിനൊപ്പം നമുക്ക് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ 2 വരി കൂടി പാടി തന്നേക്ക്. വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദികന്ദമാം പ്രഭാവമേ. നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ നീ വിടരുന്നു. നിസർഗാവിഷ്കാര കൗതുകമനാദ്യന്തം. നിന്നിലെ സർഗാത്മക സങ്കല്പ ചൈതന്യത്താൽ മിന്നുന്നു, തുടിക്കുന്നു നക്ഷത്ര സഹസ്രങ്ങൾ. പ്രളയം നിന്നിശേഷ സങ്കോചം സ്വയം വീണ്ടുമുളവാം വികാസമോ പ്രകൃതി പ്രാദുർഭാവം. ആരാ പഠിപ്പിച്ചിരുന്നത് പദ്യമൊക്കെ? അച്ഛനാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻസ്പെക്ടർ. അമ്മയോ? അമ്മ ടീച്ചറാണ്. എവിടെ? കുറ്റ്യാട്ടൂർ. പിന്നെ ആരാ ഉള്ളത് സിബ്ലിങ്സ് ആയിട്ട്? ഏച്ചി ഉണ്ട്. ഏച്ചി ഏത് ക്ലാസ് പഠിക്കുന്നു? +1 അല്ലേ? ഏച്ചി ഇതുപോലെ പാട്ടൊക്കെ പാടുമോ? പദ്യമൊക്കെ ചൊല്ലു? ചേച്ചിക്ക് പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ചേച്ചി പഠിക്കുന്നുണ്ട്. അതുപോലെ മോളും പഠിക്കണം തന്നെയാണ്. എനിക്ക് കാരണം ഇങ്ങനെ ഭാവം ഉൾക്കൊണ്ടൊന്നും പാടുന്ന അധികം കുട്ടികളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പദ്യം ചൊല്ലുന്നതിനനുസരിച്ച് അതിൻ്റെ ഓരോ വരിയുടെയും ഭാവം ഉൾക്കൊണ്ടാണ് മോള് പാടുന്നത്. അപ്പോൾ അത് ഈശ്വരൻ തൊട്ടനുഗ്രഹിക്കുന്ന ഒരു കഴിവാണ്. അതപ്പോൾ നമ്മൾ വെറുതെ കളയാൻ പാടില്ല. പഠിക്കണം, IAS ആവണം, അതിനൊപ്പം തന്നെ നല്ലൊരു പാട്ടുകാരി ആവണം. ഓക്കെ, ഇവിടെ വന്നതിനും നമ്മോട് സംസാരിച്ചത് നന്ദി.